السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട അധ്യക്ഷനവർകളെ, ഈ സ്റ്റേജിൽ ഇപ്പോൾ സന്നിധരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതവര്യന്മാർ റഹ്മത്തുള്ള കാസിമി സാഹിബ് അവർ, CK മണിയൂർ അവർ, ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർ, നമ്മുടെ മറ്റ് മഹാപണ്ഡിതന്മാരായിട്ടുള്ള ഹംസ ഫൈസി സാഹിബ്, ഇബ്രാഹിം ഫൈസി സാഹിബ്, യാവുദ്ദീൻ ഫൈസി സാഹിബ്, തോളൂർ ഹസൻ ഹാജി സാഹിബ്, അതുപോലെ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അവർ, ഷെരീഫ് ഫൈസി അവർ, ആനമങ്ങാട് മമ്മൂട്ടി ഫൈസി അവർ, എൻ്റെ പ്രിയ സ്നേഹിതൻ കൂടിയാണ് അദ്ദേഹം. മറ്റ് ധാരാളം പണ്ഡിതന്മാർ ഈ സ്റ്റേജിലുമുണ്ട്, ഈ സദസ്സിലുമുണ്ട്. അൽഹംദുലില്ലാഹ് ഇവിടെ വന്ന് ഈ സദസ്സിൽ 2 വാക്ക് പറയുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഞാനൊരു പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയല്ല നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. കാരണം അതിൻ്റെ കാര്യമില്ല. കാരണം ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരും എന്നെക്കാൾ അറിവുള്ളവരും അനുഭവ സമ്പത്തുള്ളവരുമാണ്. മാത്രമല്ല, പ്രഗത്ഭരായ പണ്ഡിതന്മാർ പലരും ഇനിയും സംസാരിക്കാനുള്ളതാണ്. ഞങ്ങളെല്ലാം എല്ലാ കൊല്ലവും ഇവിടെ ഏതെങ്കിലും പരിപാടിക്കായി വന്നു ചേരാറുണ്ട്. ഈ സ്ഥാപനം തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 1-2 പ്രാവശ്യം വിട്ടുപോയെന്നല്ലാതെ ബാക്കി എല്ലാ കൊല്ലവും വരാൻ സാധിക്കാറുമുണ്ട്. അതുപോലെ ഈ കൊല്ലം വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ സമുദായം തന്നെ ഇന്ന് ഏറ്റവും അധികം പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇവിടെ എല്ലാവർക്കും അതത് മതവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജീവിക്കാമെന്ന് മാത്രമല്ല, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടന പ്രകാരം തുല്യനീതി എല്ലാവർക്കും കിട്ടേണ്ടതാണ്. എന്നാൽ ഇവിടെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു സമുദായം എന്നുള്ള നിലയിൽ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒട്ടനവധി തെറ്റായ കാര്യങ്ങൾ ഇവിടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ഭാഗത്തുണ്ട്, കേന്ദ്രഭരണം, സംസ്ഥാന ഭരണം ഒക്കെ. ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ അലിക്കുട്ടി മുസ്ലിയാർ അവർ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ചന്ദ്രികാ പത്രത്തിൽ ദീർഘമായൊരു ലേഖനം എഴുതുകയുണ്ട്. നിങ്ങളിൽ പലരും അത് വായിച്ചു കാണും, വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ടതാണ്. വർത്തമാനകാല ഇന്ത്യയുടെ ദുരന്തം എന്തുമാത്രമുണ്ട് എന്ന് കൃത്യമായി വിലയിരുത്തുന്ന ഒരു ലേഖനമാണ്. ഇവിടെ എത്ര നിരപരാധികളായ ആളുകൾ UAPA പ്രകാരം ജയിലിൽ കിടക്കുന്നു, അവരിൽ എത്ര പേര് ഏതെല്ലാം സമുദായത്തിൽപ്പെട്ടവരാണ്, അതിൽ ശിക്ഷ വിധിക്കപ്പെട്ടവരാരാണ്, ശിക്ഷ വിധിക്കാത്തവരാരാണ്, വിചാരണ തടവുകാരാരാണെന്നൊക്കെ വളരെ വിശദമായി ആ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ലേഖനത്തിൻ്റെ മറ്റൊരു പ്രധാനമായ ഘടകമെന്ന് പറയുന്നത്, സുന്നത്ത് ജമാഅത്തിൻ്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങൾ അതിൻ്റേതായ ശരിയുടെ മാർഗത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതേസമയത്ത് ഇതിനോട് യോജിച്ച് മറ്റ് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ളവർ മാറിയ ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ട് എടുക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചും കൃത്യമായി ആ ലേഖനം അഡ്രസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ലേഖനങ്ങളും ചിന്തകളും മറ്റേത് കാലഘട്ടത്തെക്കാളും അനിവാര്യമായി വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് പരിശുദ്ധ ഖുർആന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതോചിതമായി നമ്മുടെ യുവ പണ്ഡിതൻ നൽകിയിട്ടുള്ള പ്രഭാഷണത്തിൽ പരിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് അദ്ദേഹം വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലോകത്തിനു മുമ്പിൽ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഖുർആന്റെ സന്തതികൾ എന്നുള്ള നിലയിൽ. നമുക്കെല്ലാം അറിയാവുന്നതാണ്, ലോകത്തെ ഇന്ന് മാനവരാശി നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ വാക്കുകളും ഓരോ വിശദീകരണവും എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് മനുഷ്യവർഗം നേരിടുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാര മാർഗങ്ങൾ അതിലുണ്ട്. പക്ഷെ അത് അഭിമാന പുരസ്സരം ജനങ്ങളോട്
ഉത്ബോധനം ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ചെറിയ ചില ആളുകൾ ചില കുസൃതികൾ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ വലിയ പ്രചാരം നൽകുന്നത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവരെത്ര പേരാണുള്ളത്? ഇവിടെ ഇപ്പം ഭീകരതയുടെ പേരിൽ എല്ലാ ദിവസവും വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുകയാണ്. ഒരു ദിവസം അത് അനസ്യൂതം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കാര്യം? ഇവിടെ പരിശുദ്ധ മദീനയിൽ അടക്കം ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന ISIS, ഉസ്താദിന്റെ ലേഖനത്തിൽ അതുണ്ട്, അതിനെ ശക്തമായി എതിർക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ ISISന്റെ പേര് എവിടെ കേട്ടാലും അതിൻ്റെ കൂടെ മുസ്ലിമീങ്ങളെ ലിങ്ക് ചെയ്യുന്ന ഒരു ദുസ്വഭാവം പലരും ഇവിടെ ബോധപൂർവം ചെയ്യുകയാണ്, അറിയാതെ ചെയ്യുകയല്ല. ഇതെല്ലാം തന്നെ ലോകത്തിലെ ഒരു തീവ്രവാദത്തെയും ഇവിടെ ഇസ്ലാമിനെ കൂട്ടി പറയേണ്ട കാര്യം. ഇസ്ലാമിക് ടെററിസം എന്നൊരു വ്യാകരണ തെറ്റ് എല്ലാ ദിവസവും ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം ഇസ്ലാമിൽ ടെററിസം ഇല്ല. എന്നിരുന്നാലും ഇസ്ലാമിനെ ടെററിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന നിരപരാധികളെ അതിൻ്റെ പേരിൽ വേട്ടയാടുന്ന സ്വഭാവം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. അത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കായികമായിട്ട് പ്രതിരോധിക്കേണ്ട കാര്യമല്ല, ബുദ്ധിപരമായി തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ തെളിച്ചം, അതിൻ്റെ പ്രകാശം, അതിൻ്റെ പ്രബോധകന്മാരായി തീർന്നാൽ തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ തിരുത്താൻ സാധിക്കും. നമുക്ക് സന്നാഹങ്ങൾ വളരെ കുറവാണ്. ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് ധാരാളം സന്നാഹങ്ങളുണ്ട്, പ്രചരണ മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് അത്ര വലിയ വിഭവശേഷിയില്ല. എങ്കിൽ പോലും നമ്മുടെ ഇഖ്ലാസ് കൊണ്ട് മറ്റുള്ളവരുടെ വിഭവശേഷിയെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന സിദ്ധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ഈ തെറ്റിദ്ധാരണകളുടെ കാർമേഘങ്ങളെ അകറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിപരീത സാഹചര്യത്തിൽ നമ്മുടെ സമുദായത്തിന് കരുത്തുണ്ടാക്കുവാനും മുസ്ലിം ഉമ്മ എന്നുള്ള നിലയിൽ യോജിച്ച് പ്രവർത്തിക്കുവാനും തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെ വഴിപഴിപ്പിക്കുന്ന ദുശക്തികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെയുള്ള ദുആ നിങ്ങൾ ചെയ്യണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ സ്ഥാപനം പിന്നിട്ട വഴികളെക്കുറിച്ച് നമുക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ സ്ഥാപനം തുടങ്ങുന്ന കാലത്ത് ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന കോളേജുകൾ മിക്കതും ഉണ്ടായിരുന്നേയില്ല. ഇന്നിപ്പോൾ ധാരാളം കോളേജുകളായി, സംവിധാനങ്ങളായി. അതിനെല്ലാറ്റിനെയും മാതൃത്വം ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ ഈ മഹത്തായ സ്ഥാപനത്തിനാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെ ഇതിനെ പിന്തുണച്ചവർ, അവർക്കെല്ലാം തന്നെ സർവശക്തൻ നന്മ കൊണ്ട് പ്രതിഫലം നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് മഹാപണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കാനിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ചെറിയ വാക്കുകൾ ഇനിയും നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്നും ഇവിടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ എനിക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തിന് ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ടും എൻ്റെ ചെറിയ വാക്കുകൾ കേട്ടതിന് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.